കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണടിഞ്ഞ് കൃഷിയിടം നശിച്ചതായി പരാതി. ആനവിരട്ടി കുരിശുംപടി സ്വദേശി ജോഫി ജോർജിന്റെ കൃഷിയിടമാണ് നശിച്ചത്. ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുത്തപ്പോൾ മണ്ണൊലിച്ച് തോടുകളടക്കം മൂടിയതോടെ കൃഷിവിളകൾ പൂർണ്ണമായി നശിക്കുമെന്നാണ് ഈ കർഷകൻ പറയുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുത്തത് മൂലം കനത്ത മഴയിൽ മണ്ണ് ഒഴുകി തോടുകൾ നികന്നതാണ് പ്രശ്നത്തിന് പ്രധാന കാരണം. ആനവിരട്ടി കുരിശുംപടി സ്വദേശി പൂനോലിൽ ജോഫി ജോർജിന്റെ കൃഷിയിടമാണ് നാശത്തിന്റെ വക്കിലെത്തിയിട്ടുള്ളത്. നിരവധി തോടുകളുണ്ടായിരുന്ന പ്രദേശമാണിവിടം. എന്നാൽ മണ്ണൊഴുകി തോടുകൾ നികന്നതോടെ മണ്ണും ചെളിയും കൃഷിയിടങ്ങളിലൂടെ ഒഴുകി നിറഞ്ഞു. ഇതോടെ കൃഷിവിളകൾ നശിക്കുമോ എന്ന ഭീതിയാണ് ജോഫി പങ്കുവയ്ക്കുന്നത്. ഇവിടെ തൊട്ടുമേളിലായിട്ട് NH മണ്ണെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ കഴിഞ്ഞ വർഷവും ഇതുപോലെ മണ്ണെടുത്ത് പണി പൂർത്തിയാവാതിരുന്ന മണ്ണെല്ലാം ഒലിച്ച് താഴോട്ട് പോയി. അപ്പോൾ ഈ തോടുകളെല്ലാം സാധാരണഗതിയിൽ മേളിൽ നിന്നുള്ള ഒരുപാട് വെള്ളം വഹിച്ചുകൊണ്ട് പോകുന്ന തോടുകളാണ്. ഇതിനകത്തെല്ലാം 6-7 അടി ഹൈറ്റ് ഉണ്ടായിരുന്ന തോടുകളാണ്, മണ്ണില്ലാതെ തന്നെ. ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്നാന്ന് വെച്ചാൽ ഈ മണ്ണ് വന്ന സകല തോടും നിറഞ്ഞ് കൈത്തോടുകളും വലിയ തോടുകളും ഒക്കെ നിറഞ്ഞു പോയി വെള്ളം ഉൾക്കൊള്ളാൻ കഴിയാതെ ഇപ്പോൾ ഇത് കൃഷിയിടങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം NH പണി മൂലം ഇതുപോലെ മണ്ണ് വന്ന് നമ്മൾ സ്വന്തം അവരോട് പറഞ്ഞിട്ട് അവർ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് JCB വാഹനം ഉപയോഗിച്ച് മണിക്കൂറുകളോളം കഷ്ടപ്പെട്ട് എല്ലാവരും കൂടെ സഹായിച്ച് ഇവിടെ മണ്ണ് മാറ്റിയിട്ടും 8-10ഓളം ജാതികളും മറ്റ് കൃഷികളും നശിച്ചുപോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണ് നീക്കിയതോടെ ഇവിടെ സമാനമായ സംഭവം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ദേശീയപാത അധികൃതർ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ലെന്ന് ജോഫി പറയുന്നു. മണ്ണ് റോഡ് വശത്ത് നിക്ഷേപിക്കുന്നുമുണ്ട്. ഇത് മഴ പെയ്യുമ്പോൾ ഒഴുകി കൃഷിയിടങ്ങളിലേക്കാണ് എത്തുന്നത്. ജാതി അടക്കമുള്ള കൃഷിവിളകൾ ഇതുമൂലം നശിക്കുമെന്നാണ് ഈ യുവ കർഷകൻ പറയുന്നത്. മണ്ണൊഴുകി എത്തുന്നത് ആനവിരട്ടി പാടശേഖരത്തിലേക്കാണ്. ഇത് വലിയ പ്രതിസന്ധിക്ക് ഇടവരുത്തുമെന്നതിൽ സംശയമില്ല. സംഭവം സംബന്ധിച്ച് ജോഫി ദേശീയപാത അധികൃതർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. എത്രയും വേഗം അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.